Hello students, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. നമ്മൾ ഇനി വരുന്ന രണ്ട് വീഡിയോസും ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിരിക്കും ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്നാൽ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ആൻറ്റിജനെ കുറിച്ചും അത് കഴിഞ്ഞ് അടുത്തതിൽ ആൻറ്റിബോഡീസ് അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ എല്ലാ നോട്ട്സ് എല്ലാ പോയിന്റും ഒന്നും ഇതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറിയ നോട്ട്സ് ഒക്കെ എടുത്തു വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് പുറത്തു നിന്നുള്ള ഒരു സബ്സ്റ്റൻസ്, അത് ഏതെങ്കിലും ഒരു ആൻറ്റിജൻ ആകാം അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം ആകാം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്കൊരു ഫോറിൻ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇങ്ങനെ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പം ആ സബ്സ്റ്റൻസിനെതിരെ നമ്മുടെ ബോഡി കാണിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റിനെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നും. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോക്കാം. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നേറ്റീവ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ബൈ ബർത്ത് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബൈ ബർത്തിൽ കിട്ടുന്നതായതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആൻറ്റിജനോടോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിനെതിരെ ഒന്നും സ്പെസിഫിക് ആയിരിക്കത്തില്ല. പകരം നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസീസ് വരുമ്പോൾ അതിനെതിരെ ഫസ്റ്റ് പോയിട്ട് റിയാക്ട് ചെയ്യുന്നത് ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ മെയിനായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി, റേഷ്യൽ ഇമ്മ്യൂണിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ് സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? ഇപ്പം സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്പീഷീസ്, അതായത് ഒരു സ്പീഷീസിലുള്ള എല്ലാ മെമ്പേഴ്സും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാത്തോജനോടോ അല്ലെങ്കിൽ ഒരു ഡിസീസിനോട് കാണിക്കുന്ന ഒരു ഒരേപോലെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സസെപ്റ്റബിലിറ്റി കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി റേഷ്യൽ ഇമ്മ്യൂണിറ്റിയോ? ഇപ്പോൾ നമുക്കറിയാം ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെൻ്റ് റേസസ് കാണും അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കൻ ട്രൈബ്സിൽ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ട്രൈബ്സിൽ തന്നെ ഡിഫറെൻ്റ് റേസസ് ഉണ്ട്. അപ്പോൾ അതിലൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള റേസിന് മലേറിയൽ പാത്തോജനോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഒരു സ്പീഷീസിൽ ഡിഫറെൻ്റ് റേസസ് ഉണ്ട്, അതിലൊരു പർട്ടിക്കുലർ റേസ് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോട് ഒരുപോലെ റെസിസ്റ്റൻസോ സസെപ്റ്റബിലിറ്റിയോ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് റേഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റിയോ? ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അല്ലെങ്കിൽ ഞാനൊരു ഇൻഫെക്ഷനോട് കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല മറ്റൊരു വ്യക്തിക്ക് അല്ലേ? അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിലും അവർക്കുള്ള രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇനി അതിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി, റേഷ്യൽ ഇമ്മ്യൂണിറ്റി, ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് 3 ഫാക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്: ഏജ്, ഹോർമോൺസ്, ന്യൂട്രീഷൻ. അപ്പോൾ ഏജ് പറയുമ്പോൾ നമുക്ക് രണ്ട് കാറ്റഗറി പറയാം. അതായത് ഒന്ന് ന്യൂ ബോൺ ബേബീസും 2 ഓൾഡ് പേഴ്സൺസും. ഈ 2 പേരും നമ്മളിപ്പോൾ പറയാറുണ്ട് ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ നല്ല ഏജ് ഉള്ളവർക്കും ഒക്കെ വേഗം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? അതായത് ന്യൂ ബോൺ ബേബീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡെവലപ്ഡ് ആയിരിക്കത്തില്ല അല്ലേ? ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഓൾഡ് പേഴ്സൺസിലാണെങ്കിലോ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിരിക്കും, അതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി വരുന്നതാണ് ഹോർമോൺസ്. ഹോർമോൺസ് എന്ന് പറയുമ്പം ചില ഹോർമോണൽ ഡിസോർഡേഴ്സ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയബറ്റിക് മെലിറ്റസ്,
അഡ്രിനൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ ഹൈപ്പോതൈറോയിഡിസം. ഇത്തരം ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ ഈ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒക്കെ ബോഡിയിലുള്ളവർക്ക് ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് തരാൻ നമ്മുടെ അത്തരം ബോഡിയിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കാണിക്കാൻ ഉള്ള ചാൻസ് കുറവായിരിക്കും. ഇനി വരുന്നതാണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പോഷകാഹാരം അല്ലേ, പോഷകാഹാരത്തിൻ്റെ കുറവുള്ളവർക്ക് എന്താ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി മെക്കാനിസം ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയിൽ ബൈ ബർത്തിൽ ഏതൊക്കെ വിധത്തിലാണ് ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇത് അത്ര ഇമ്പോർട്ടൻസ് അല്ല, നമുക്ക് ജസ്റ്റ് എന്നാലും ഒന്ന് പറഞ്ഞു പോകാം. അപ്പം എപ്പിത്തീലിയൽ സർഫസ് ആണ്. എപ്പിത്തീലിയൽ സർഫസിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്കിന്ന് നമ്മൾ പറയും നമ്മുടെ ബോഡിയിലെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്കിന്നാണ്. എന്നാൽ നമ്മൾ ഈ പുറമേ കാണുന്ന ആ ഒരു ലെയർ മാത്രമല്ല, പകരം സ്കിന്നിലുള്ള സെറ്റ് ഗ്ലാൻഡ് അതുപോലെ സെബേഷ്യസ് സെക്രീഷൻസും ഒക്കെ ഇമ്മ്യൂണിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പം ഈ സ്വെറ്റിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നല്ല സോൾട്ട് കോൺസെൻട്രേഷൻ ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്വെറ്റിനും അതുപോലെ തന്നെ സെബേഷ്യസ് സെക്രീഷൻസിനും ഒക്കെ ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റി ഉണ്ട്. ഇനി റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് നോക്കുകയാണെങ്കിലോ നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ നോസ്, ഇപ്പം നോസിൻ്റെ സ്ട്രക്ചർ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ നോസിൻ്റെ ഹോൾ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് താഴേക്കാണ് അല്ലേ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏതെങ്കിലും ഓർഗാൻസിന് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇൻ കേസ് ഏതെങ്കിലും എൻ്റർ ചെയ്താലോ ഈ നോസിനകത്ത് നിന്നുണ്ട് മ്യൂക്കസ് സെക്രീഷൻസ് അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹെയേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യും, ഈ എൻ്റർ ചെയ്ത് ഏതെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു ഓർഗാൻസോ ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിലോട്ട് വരുമ്പോൾ അവിടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഉണ്ട്, അതിനൊക്കെ നല്ല അസിഡിക് ആയിട്ടുള്ള pH ആണ്. അപ്പോൾ അതും അതിനും ബാക്ടീരിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഇനി ജനൈറ്റോ യൂറിനറി ട്രാക്ട് നോക്കുകയാണെങ്കിലോ അതിൽ വരുമ്പോൾ നമുക്കിപ്പം അറിയാം എന്തെങ്കിലും ഒരു ചില ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയും നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് യൂറിനേറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ കുറേ ഓർഗാനിസംസ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഈ യൂറിൻ വഴി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഫീമെയിൽസിലേക്ക് വരുമ്പോൾ ഫീമെയിൽസ് നോക്കുകയാണെങ്കിൽ വജൈനൽ സെക്രീഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ, അതിനൊക്കെ തന്നെ അസിഡിക് ആയിട്ടുള്ള pH ആണ്. ഇനി അതുപോലെ മെയിൽസിനാണെങ്കിൽ സെമൻ, ഇപ്പോൾ സെമനും ബാക്ടീരിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഇനി നമുക്ക് പറയാൻ പറ്റും വേറൊന്നാണ് നമ്മുടെ ഐസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറ്റുക നമ്മുടെ കണ്ണുനീര് വരും. അപ്പോൾ ഈ ടിയേഴ്സിനകത്ത് എന്തുണ്ട്, ലൈസോസൈം പ്രസൻ്റ് ആണ്. ഈ ലൈസോസൈമിനും ബാക്ടീരിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് ആൻറ്റി ബാക്ടീരിയൽ സബ്സ്റ്റൻസിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് വരുന്നത്, ബീറ്റ ലൈസിൻ, അതുപോലെ ബേസിക് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ്സ്. അതിൽ നമുക്കിപ്പം ലൂക്കിൻസ് പറയാം. ലൂക്കിൻസ് എന്ന് പറയുമ്പം ലൂക്കിൻസ് ഫ്രം ലൂക്കോസൈറ്റും പ്ലാക്കിൻ ഫ്രം പ്ലേറ്റ്ലെറ്റും വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻ്റർഫെറോൺസ്, ഇതിനൊക്കെ ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇനി സെല്ലുലാർ ഫാക്ടറിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ്, നമുക്ക് ഇൻ്റർഫെറോൺസ് പറയാം അല്ലെങ്കിൽ നാച്ചുറൽ കില്ലർ സെൽസ്. പിന്നെ വരുന്നതാണ് ഫാഗോസൈറ്റിക് സെൽസ്, അതായത് മാക്രോഫേജും മൈക്രോഫേജും ഒക്കെ സെല്ലുലാർ ഫാക്ടേഴ്സ്. ഇത് ഒക്കെ ഇമ്മ്യൂണിറ്റി അണ്ടറിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഇൻഫെക്ഷൻ കാരണം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയിപ്പോൾ വലിയ മുറിവൊക്കെ ആണെങ്കിൽ ആ മുറിവിന് ചുറ്റും ചിലപ്പോൾ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ തടിച്ച് വരും അല്ലേ, അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ ചുമന്ന കളറിലൊക്കെ ഇങ്ങനെ വരുന്ന കാണാം, ചുമന്ന കളർ ചേഞ്ചസ് ഉണ്ടാവും. ഇനി ചെറിയ ചെറിയ ഫ്ലൂയിഡ്സ് ഒക്കെ അതിൻ്റെ ഇങ്ങനെ കാണാം. അതുപോലെ ചിലപ്പോൾ ഒക്കെ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ചൂട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്, ഒരു റിയാക്ഷനാണ് നമ്മുടെ ബോഡി കാണിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന
വരുന്നതാണ് ഫീവർ. ഫീവർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുകയാണ്. ഈ ബോഡി ടെമ്പറേച്ചർ ഇപ്പം എന്തെങ്കിലും ഒരു പുറത്തു നിന്നുള്ളൊരു ഓർഗാൻസോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി തരുന്നൊരു റെസ്പോൺസാണ് ഈ ഫീവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് വഴി തന്നെ എന്താ, നമുക്ക് പല ഓർഗാനിസത്തെയും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലാസ്റ്റ് വണ്ണാണ് അക്യൂട്ട് ഫേസ് പ്രോട്ടീൻ. അക്യൂട്ട് ഫേസ് പ്രോട്ടീനിൽ നമുക്കിപ്പം പറയാൻ പറ്റുന്നതാണ് CRP, അതുപോലെ മാനോസ് ബൈൻഡിങ് പ്രോട്ടീൻസ് ഒക്കെ. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് പാത്വേനെയും അതുപോലെ തന്നെ ഇൻറ്റർഫെറോൺ പാത്വേനെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും മെക്കാനിസം ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ബൈ ബർത്തിൽ കിട്ടുന്നതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ അത് ഒരു നോൺ സ്പെസിഫിക് ആയിരിക്കും. നമ്മുടെ ബോഡിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസ് വരുമ്പോൾ അതിനെതിരെ ആദ്യം പ്രവർത്തിക്കുന്നത് ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. പിന്നെ നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇനി നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെക്കാനിസം, ഇത്രയാണ് നമ്മൾ ഇതിൽ നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അക്വയർഡ് ഇമ്മ്യൂണിറ്റി നോക്കാം. ഇനി നമുക്ക് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താ നോക്കാം. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ബർത്ത്, പിന്നീട് അവരുടെ ഒരു ലൈഫ് ടൈമിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതിപ്പം അവരുടെ ലൈഫ് ഹാബിറ്റാറ്റ്, അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഫുഡ്, പോകുന്ന സ്ഥലങ്ങൾ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പറയും. ഇനി നമ്മൾ നേരത്തെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു, അത് നോൺ സ്പെസിഫിക് ആണ് അല്ലേ. എന്നാൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ആണ്. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നും അതുപോലെ പാസീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നും. എഗെയിൻ ഈ ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതുപോലെ പാസീവ് ഇമ്മ്യൂണിറ്റിനെ നമ്മൾ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നോക്കാം. അതായത് അതിൽ ഫസ്റ്റ് വരുന്നതാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരുന്നത് മെയിനായിട്ടും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞ് അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്, അതിനെതിരെ വരുന്നതാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്നാൽ ആർട്ടിഫിഷ്യൽ വരുമ്പോഴോ ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു വാക്സിനേഷൻ വഴിയായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ആൻറ്റിജൻ ഒരു ബോഡിയിലേക്ക് ഒരു ആൻറ്റിജൻ എൻട്രി അല്ലെങ്കിൽ ഒരു ബോഡിയായിട്ട് ഒരു ആൻറ്റിജൻ കോണ്ടാക്ട് വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒരു ഡിസീസ് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ആൻറ്റിജൻ ഉണ്ടാകുന്നത്. എന്നിട്ട് അതിനെതിരെയാണ് നമ്മുടെ ബോഡി ഒരു ഇമ്മ്യൂൺ ഇത് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്നാൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഏതെങ്കിലും ഒരു വാക്സിനൊക്കെ ഇൻജെക്ട് ചെയ്തതിന് ശേഷം അതിനെതിരെയാണ് വരുന്നതെങ്കിലോ അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇനി ഇതിൻ്റെ മെക്കാനിസത്തിൽ മെയിനായിട്ടും വരുന്നത് രണ്ടെണ്ണമാണ്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും. ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മ സെൽസ് ചില ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി വരുന്നത്. എന്നാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണേലോ അത് മെയിനായിട്ടും ഈ ആൻറ്റിജൻ ഉണ്ടാകുന്ന ആൻറ്റിജനെതിരെ T ലിംഫോസൈറ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ അവിടെ പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലോ ആൻറ്റിജനെതിരെ എന്താ T ലിംഫോസൈറ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി നോക്കാം. പാസീവ് ഇമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഇതുപോലെ തന്നെ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പം നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന മെയിനായിട്ട്, അതായത് ഒരു മദറിൽ നിന്നും ഒരു ഫീറ്റസിന് ലഭിക്കുന്നതാണ് ഈ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന്, പ്ലാസൻ്റ വഴി മെറ്റേണൽ ബോഡിയിൽ നിന്ന് IgG ഈ ഫീറ്റസിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ ബേബിക്ക് എന്ത് കിട്ടും? IgG ഫീറ്റസിൻ്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു.
ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രം വഴിയാണ്. അതായത് ഈ ന്യൂ ബോൺ ബേബി ഉണ്ടായതിനു ശേഷം ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കാണ് എന്താ കൊളസ്ട്രം. അപ്പോൾ ഈ കൊളസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ IgA ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ IgA മദറിൽ നിന്ന് ഫീറ്റസിന് കിട്ടുന്നു. ഓക്കെ, അതാണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണെങ്കിലോ അതും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എന്താ ഒരു നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നു പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്ക് പറയാം ഒരു ആൻറ്റിബോഡി നമ്മൾ ആർട്ടിഫിഷ്യലി ഇവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസീസൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം അതിന് എതിരെ ആ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആൻറ്റിജനെതിരെ മാത്രം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ, അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആൻറ്റിജൻസിനെ കുറിച്ചായിരിക്കും നോക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു.